നമസ്കാരം. കഴിഞ്ഞുപോയ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന സിലബസ് ഭാഗത്തെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പറഞ്ഞ കാര്യം എന്താണ്? കേരള ചരിത്ര സിലബസ് ഭാഗത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എൻ്റെ പേര് ശ്യാം. ഏവർക്കും പ്രപ് സ്കെയിലിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഏകദേശം 2025 ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നമ്മുടെ കേരളത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആദ്യം നിങ്ങൾ ഒന്ന് കൂടെ വായിക്കാനും ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നുകൂടെ വായിക്കട്ടെ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ആദ്യം ആ 4 സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ഒന്നാമത്തെ, 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. പറഞ്ഞ വാക്ക് എന്താണ്? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് എത്തി. ആ പ്രസ്താവന ശരിയാണോ? പൂർണ്ണമായിട്ടും ആ പ്രസ്താവന ശരിയാണ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1500 പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലേക്ക് എത്തി. ഒന്നുകൂടെ ഞാൻ വായിക്കാം. 1500 പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. ആ പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിൽ എത്തി. വാക്കെന്താണ്? 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിൽ എത്തി. ആ പ്രസ്താവനയും പൂർണ്ണമായിട്ടും ശരിയാണ്. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. എന്നോട് ഞാൻ വായിക്കട്ടെ. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിയുമായിട്ട്, കണ്ണൂരിന്റെ ഭരണാധികാരിയായ അഥവാ കോലത്തുനാടിന്റെ ഭരണാധികാരിയായ കോലത്തിരിയുമായിട്ട് ഈ പോർച്ചുഗീസുകാർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയും പൂർണ്ണമായിട്ടും ശരിയാണ്. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മളിങ്ങനെ പ്രസ്താവന ശരിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന്റെ ബാക്കി ഭാഗം കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വരുന്ന പരീക്ഷകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ സാധിക്കൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. നമുക്ക് ആ ഒരു സംഭവം ആദ്യം മനസ്സിലാക്കാമേ. ആ ഒരു സംഭവം മനസ്സിലാക്കിയ ശേഷം നമ്മൾ വീണ്ടും ഈ പ്രസ്താവന വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചിട്ട് ആ ഭാഗത്തെ മുഴുവൻ സംഭവം മനസ്സിലാക്കാൻ പറ്റും. തിരിച്ചു വരട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഭാഗം ഇതാണ്. നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് എത്തുവാൻ ശ്രദ്ധിക്കണം. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് എത്തുവാൻ പ്രധാനമായിട്ട് 2 മാർഗമുണ്ട്, അഥവാ 2 വഴിയുണ്ട്. ഒന്നുകിൽ ലാൻഡ് റൂട്ട് വഴിയും വരാം, അത് അല്ല എങ്കിൽ സീ റൂട്ട് വഴിയും വരാം. ഇത് പറഞ്ഞ വാക്ക് എന്താണ്? ഒന്നുകിൽ ലാൻഡ് റൂട്ട് വഴി വരാം, അല്ലെങ്കിൽ സീ റൂട്ട് വഴിയും വരാം. ശരിയല്ലേ? കരമാർഗവും ഉണ്ട്, കടൽ മാർഗവും ഉണ്ട്. എന്താണ്? കരമാർഗവും ഉണ്ട്, കടൽ മാർഗവും ഉണ്ട്. യൂറോപ്പിനെയും ഏഷ്യയെയും കരമാർഗം ബന്ധിപ്പിച്ച പാതയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ? യൂറോപ്പിന്റെ കിഴക്കു ഭാഗമാണ് ഏഷ്യ. ആ യൂറോപ്പിൽ നിന്ന് വടക്കു ഭാഗം വഴി, മീനിങ് യൂറോപ്പിന്റെ മുകൾ ഭാഗം വഴി ഏഷ്യയിലേക്ക് വരാൻ സാധിക്കുന്ന ലാൻഡ് റൂട്ട് അറിയപ്പെട്ട പേരാണ് സിൽക്ക് റൂട്ട്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, പട്ട് അഥവാ സിൽക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയായിരുന്നു. അപ്പൊ ചൈനയിലുള്ള സിൽക്ക് യൂറോപ്യൻ ശക്തികൾക്ക് വേണമായിരുന്നു. അവർ ലാൻഡ് റൂട്ട് വഴി വന്ന് സിൽക്ക് വാങ്ങിയത് കൊണ്ട് ആ ലാൻഡ് റൂട്ട് അറിയപ്പെട്ട പേരെന്താണ്? സിൽക്ക് റൂട്ട് അഥവാ പട്ടുവഴി പാത എന്ന് പറയും. കിട്ടിയല്ലോ? അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക. യൂറോപ്പിനെയും ഏഷ്യയെയും കരമാർഗം ബന്ധിപ്പിച്ച പാതയാണ് സിൽക്ക് റൂട്ട്
അഥവാ പട്ടുവഴി പാത. ഓക്കെ അല്ലേ? ഈ സിൽക്ക് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ബൈസാന്റിയം അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ. ക്ലിയർ ആയല്ലോ? സിൽക്ക് റൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ് ബൈസാന്റിയം അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ. വാക്കെന്താണ്? ബൈസാന്റിയം അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ അല്ലേ? തിരിച്ചു വരാമല്ലോ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പ്രദേശം ഏകദേശം 1453 എന്നാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന ലാൻഡ് റൂട്ടിലെ ഒരു പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ബൈസാന്റിയം. ഈ സ്ഥലം 1453 തുർക്കികൾ അഥവാ മുസ്ലിം രാജ്യമായ തുർക്കികൾ പിടിച്ചെടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ സിൽക്ക് റൂട്ടിലെ പ്രധാനപ്പെട്ട പ്രദേശമായ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിംസ് അഥവാ തുർക്കികൾ പിടിച്ചെടുത്ത വർഷം 1453. അതോടുകൂടി ആ കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നെ അറിയപ്പെട്ട പേര് ഇസ്താംബുൾ എന്നാണ്. പേരെന്താണ്? ഇസ്താംബുൾ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റി, സിൽക്ക് റൂട്ടിലെ അല്ലെങ്കിൽ യൂറോപ്പിനെയും ഏഷ്യയെയും കരമാർഗം ബന്ധിപ്പിച്ചിരുന്ന സിൽക്ക് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടി യൂറോപ്യൻ ശക്തികളെ തുർക്കികൾ ഈ പറഞ്ഞ സിൽക്ക് റൂട്ട് വഴി ഏഷ്യയിലേക്ക് കടത്തിവിടുന്നില്ല. കിട്ടിയില്ലേ? ഒന്നുമില്ല. ഇതോടുകൂടി സിൽക്ക് റൂട്ട് വഴിയുള്ള ക്രിസ്ത്യൻസിന്റെ അഥവാ യൂറോപ്യൻ ശക്തികളുടെ യാത്ര മുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും ഇനി സിൽക്ക് റൂട്ട് വഴി യൂറോപ്യൻ ശക്തികൾക്ക് സിൽക്ക് വാങ്ങിക്കാനോ മറ്റു പ്രൊഡക്റ്റുകൾ വാങ്ങുവാനോ ഏഷ്യയിലേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനി അവരുടെ രണ്ടാമത്തെ മാർഗം കടൽ മാർഗമായിരിക്കും. ഏതായിരിക്കും? കടൽ മാർഗം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞ് മനസ്സിലായല്ലോ? തിരിച്ചു വരാമല്ലോ. ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ്. ഓർക്കുക, സൗത്ത് പോൾ നമുക്കറിയാം, ഇത് നോർത്ത് എന്നറിയാം. ഓർക്കുക, ഇത് ഈസ്റ്റ് അല്ലെ? ഇതല്ലേ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഏകദേശം ഇതാണ് വേൾഡ് മാപ്പിന്റെ 4 ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയെ കൃത്യമായിട്ട് മുറിച്ചു മാറ്റിയാൽ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ അത് 0 ഡിഗ്രി ഇക്വേറ്റർ ആയിരിക്കും അല്ലെ? ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഏഷ്യ കാണപ്പെടുന്നുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ആഫ്രിക്ക വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് യൂറോപ്പും വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഏഷ്യ വന്നു, ആഫ്രിക്ക വന്നു, യൂറോപ്പ് വന്നു. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഈ യൂറോപ്പ്, ഈ വടക്കൻ ആഫ്രിക്ക, ഈ ഏഷ്യ, ഈ 3 പ്ലേസിനെയും കരമാർഗം ബന്ധിപ്പിച്ച പാതയായിരുന്നു സിൽക്ക് റൂട്ട് അല്ലെ? യൂറോപ്പിനെയും വടക്കൻ ആഫ്രിക്കയെയും ഏഷ്യയെയും കരമാർഗം ബന്ധിപ്പിച്ച ഭാഗമാണ് ഇത് സിൽക്ക് റൂട്ട്. അതിലെ പ്രധാനപ്പെട്ട പ്രദേശമായ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതോടെ ഈ യൂറോപ്യൻ ശക്തികൾക്ക് ഏഷ്യയിലെ ഉൽപ്പന്നങ്ങൾ കിട്ടാതെയാകുന്നു. ഈ സമയത്ത് രാജ്യമായ അല്ലെങ്കിൽ ഭൂഖണ്ഡമായ യൂറോപ്പിലെ ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ഭൂഖണ്ഡമായ കോണ്ടിനെന്റായ യൂറോപ്പിലെ ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ആ പോർച്ചുഗൽ രാജാവിന്റെ പേരാണ് ജോൺ സെക്കൻഡ്. പേരെന്തുവാണ്? ജോൺ സെക്കൻഡ്. ജോൺ സെക്കൻഡിന്റെ നിർദ്ദേശപ്രകാരം പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ്, പേരെന്തുവാണ്? ബർത്തലോമിയ ഡയസ്, പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ച് ഏതാണ്ട് മെഡിറ്ററേനിയൻ സീ വഴി ആഫ്രിക്കയുടെ തെക്കു ഭാഗമായ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തി. കിട്ടിയില്ലേ? ഒന്നുകൂടെ, ജോൺ സെക്കൻഡ് എന്ന് പറയുന്ന പോർച്ചുഗൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ബർത്തലോമിയ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ സീ വഴി ആഫ്രിക്കയുടെ തെക്കു ഭാഗത്തെ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തി. ഓക്കെ അല്ലേ? സ്വാഭാവികമായിട്ടും ശുഭപ്രതീക്ഷ മുനമ്പിന്റെ അഥവാ ആഫ്രിക്കയുടെ തെക്കു ഭാഗമായ ഇവിടം വരെ എത്തിയപ്പോഴേക്കും കൊടുങ്കാറ്റ് അതിശക്തമായിട്ട് ബർത്തലോമിയ ഡയസിന്റെ കപ്പലിൽ അടിക്കുകയും ആ കപ്പല് മുങ്ങിപ്പോകുവാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ശക്തമായ കൊടുങ്കാറ്റ് ആരെ തടഞ്ഞു? ബർത്തലോമിയ ഡയസിനെ. ആ കൊടുങ്കാറ്റ് കാരണം ഒരടി പോലും മുന്നോട്ടേക്ക് വെക്കുവാൻ ആർക്ക് സാധിക്കുന്നില്ല? ബർത്തലോമിയ ഡയസിന്. അതുകൊണ്ട് ബർത്തലോമിയ ഡയസ്
ആ പ്ലേസിനെ അന്ന് വിളിച്ച വാക്ക് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ്. മറക്കരുത്, കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നാണ്, അല്ലെങ്കിൽ ആ വാക്ക് എന്താണ്? കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ് ആ ഒരു ഭാഗത്തെ അന്ന് ബർത്തലോമിയ ഡയസ് വിളിച്ചത്. ഒടുവിൽ യാത്ര തിരിച്ചു പോവുകയും ലിസ്ബണിൽ പോയിട്ട് ആ സമയത്തെ രാജാവായ ജോൺ സെക്കൻഡിനെ പോയി കാണുകയും ചെയ്തു, അല്ലെ? അപ്പൊ ജോൺ സെക്കൻഡ് മൂലം പോർച്ചുഗൽ നാവികനായ ബർത്തലോമിയ ഡയസ് യാത്ര തിരിച്ച് കേപ്പ് ഓഫ് സ്റ്റോംസ് വരെ എത്തി തിരിച്ചു പോരേണ്ടി വന്നില്ലേ? അപ്പൊ ഒരുപാട് വിഷമം ഉണ്ടായി ആർക്ക്? ഈ പറഞ്ഞ ബർത്തലോമിയ ഡയസിന്. ഉടനെ ജോൺ സെക്കൻഡ് പറയുകയാണ്, നീ ഒരുപാട് വിഷമിക്കണ്ട, നമ്മൾ യാത്ര ചെയ്യേണ്ടതിന്റെ, അല്ലെ, ഇവിടം തൊട്ട് ഇത്രയും യാത്ര ചെയ്യേണ്ടതിന്റെ പകുതി ഭാഗം വരെ എത്തിയില്ലേ, നിന്റെ പ്രതീക്ഷ നീ കളയാതിരിക്കെ, ഇതൊരു ശുഭപ്രതീക്ഷയല്ലേ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ശുഭപ്രതീക്ഷ മുനമ്പ് മറികടന്ന് ഏഷ്യയിലേക്ക് കടൽ മാർഗം എത്താം എന്ന ഒരു ശുഭപ്രതീക്ഷ ജോൺ സെക്കൻഡ് ആ നാവികന് കൊടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് പിന്നീട് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് ബർത്തലോമിയ ഡയസ് വിളിച്ച ഈ സ്ഥലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിലേക്ക് എത്തുകയാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ തിരിച്ചു വരാം. ആഫ്രിക്കയുടെ തെക്കുഭാഗത്തെ ആ സ്ഥലത്തെ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് വിളിച്ചയാള് ബർത്തലോമിയ ഡയസും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിച്ചയാള് ജോൺ സെക്കൻഡുമാണ്. ആ ബർത്തലോമിയ ഡയസ് കേപ്പ് ഓഫ് സ്റ്റോംസ് ഓർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച വർഷമാണ് 1488. ഏത് വർഷം? 1488. ഓക്കെ അല്ലേ? തിരിച്ചു വരാമല്ലോ. നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് വരാമല്ലോ. ഓർക്കണേ, ഒടുവിൽ 1497 ജൂലൈ മാസം 8 എന്നാണ്. ജൂലൈ മാസം 8 ആയപ്പോഴ് പോർച്ചുഗൽ രാജാവായ മാനുവൽ ഫസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആര് മാറി? രാജാവിന്റെ പേരും മാറി, വർഷവും മാറിയില്ലേ? 1488 രാജാവ് ജോൺ സെക്കൻഡ് ആണെങ്കിൽ 1497 ജൂലൈ 8 രാജാവ് മാനുവൽ ഫസ്റ്റ് ആണ്. അങ്ങനെ മാനുവൽ ഫസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ ഗാമ യാത്ര തിരിച്ച വർഷമാണ് 97 ജൂലൈ 8. ഓക്കെ അല്ലേ? അങ്ങനെ വാസ്കോഡ ഗാമ 97 ജൂലൈ 8 മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന പോർച്ചുഗൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഈ ഭാഗം വഴി നേരെ സൗത്ത് ആഫ്രിക്കയുടെ താഴ്ഭാഗത്തേക്ക് എത്തി. ഒടുവിൽ ഇന്ത്യൻ മഹാസമുദ്രം വഴി എവിടെ എത്തി? ഇന്ത്യയിലേക്ക് അഥവാ ഏഷ്യയിലേക്ക് കാലുകുത്തി. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ബർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തിയത് എങ്കിൽ വാസ്കോഡ ഗാമ ആ പറയുന്ന താഴെയുള്ള അറ്റ്ലാന്റിക് സമുദ്രം വഴി ആഫ്രിക്കയുടെ തെക്കുഭാഗം വഴി ഇന്ത്യൻ മഹാസമുദ്രം വഴി ഏഷ്യയുടെ താഴെയുള്ള ഇന്ത്യയിലെ വെസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ എത്തിയ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. അപ്പൊ എത്തിയ സ്ഥലം കോഴിക്കോട്. നമുക്കൊരു സംസ്ഥാനം കേരളം. കേരളമാണോ? പ്രധാനമായിട്ട് എന്തുൽപ്പന്നം ഇവിടെയുണ്ട്? കുരുമുളകുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ലാൻഡ് റൂട്ട് വഴി പോയി സിൽക്ക് വാങ്ങിച്ചുവെങ്കിൽ അതിന്റെ പേര് സിൽക്ക് റൂട്ട് എന്നായി. അപ്പൊ കടൽ മാർഗം വഴി വാസ്കോഡ ഗാമ എത്തിയെങ്കിൽ ആ കടൽ മാർഗം അറിയപ്പെട്ട പേരെന്തുവാണ്? സ്പൈസസ് റൂട്ട്. ഈ പ്രൊഡക്റ്റ് ഉള്ള രാജ്യം ഏതാണോ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു പാതയ്ക്ക് ആ വഴി ഉണ്ടാവുന്നത്. കിട്ടിയില്ലേ? തിരിച്ചു വരാമല്ലോ. 3 വർഷം നന്നായി മനസ്സിൽ വേണം. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. പുതിയ പേര് ഇസ്താംബുൾ. ആ സിൽക്ക് റൂട്ടിലെ വഴി ആ ഒരു യാത്രാ മാർഗം യൂറോപ്യൻസിന് ദുസ്സഹമായപ്പോൾ അവർ കടൽ മാർഗം യാത്ര തിരിക്കുന്നു. അങ്ങനെ ജോൺ സെക്കൻഡിന്റെ നിർദ്ദേശപ്രകാരം ബർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തുന്നു. തിരികെ അദ്ദേഹം യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ലിസ്ബണിൽ തിരിച്ചു പോകുന്നു. 97 ജൂലൈ 8 ആയപ്പോൾ മാനുവൽ ഫസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ ഗാമ യാത്ര തിരിച്ച് 1498 മെയ് മാസം എന്നാണ്. മെയ് മാസം 20 ആയപ്പോൾ വാസ്കോഡ ഗാമ കാപ്പാട് കാലുകുത്തുന്നു. പറഞ്ഞു മനസ്സിലായല്ലോ? ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഇതതിന്റെ പശ്ചാത്തലമാണ്. ഇങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി ബാക്കി പഠിക്കാൻ. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞ് മനസ്സിലായല്ലോ? തിരിച്ചു വരാമല്ലോ. നോക്കിയിരിക്കണേ.
തിരിച്ചു വരാമേ. അപ്പം യൂറോപ്പിനെ ഏഷ്യയും കരമാർഗം ബന്ധിപ്പിച്ച പാത സിൽക്ക് റൂട്ട്, കടൽമാർഗം സ്പൈസസ് റൂട്ട്. കിട്ടിയല്ലോ? തിരിച്ചു വരാമല്ലോ. 1488 കേപ്പ് ഓഫ് സ്റ്റോംസ് അല്ലെ, കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്ന് വിളിക്കപ്പെട്ട സ്ഥലം, ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പേര് കിട്ടിയ പിന്നത്തെ സ്ഥലം ബർത്തലോമിയ ഡയസ് ചുറ്റി സഞ്ചരിച്ചു. ഒരിക്കലും മറക്കരുത്, പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാര്? അത് ബർത്തലോമിയ ഡയസ് ആണ്. അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിശേഷിപ്പിച്ച പോർച്ചുഗൽ രാജാവാര്? ജോൺ സെക്കൻഡ്. കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാര് വിളിച്ചു? ബർത്തലോമിയ ഡയസ്. ഓക്കെ അല്ലേ? തിരിച്ചു വരട്ടെ, ബാക്കി നോക്കി. 1497 ജൂലൈ 8 ആയപ്പോൾ വാസ്കോഡ ഗാമയുടെ യാത്ര പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് ആരംഭിച്ചു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഗാമ സ്റ്റാർട്ടഡ് ഹിസ് വോയേജ് ഫ്രം ലിസ്ബൺ. ലിസ്ബണിൽ നിന്ന് ഗാമയുടെ യാത്ര തിരിച്ച വർഷം 97 ജൂലൈ മാസം 8. ഒടുവിൽ 98 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി ബീച്ചിൽ കാലുകുത്തി. അല്ലെ, കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി ബീച്ചിൽ കാലുകുത്തുന്നു. ഓർത്തോണം, മറന്നു പോകരുത്. ആ കാലുകുത്തിയ പഞ്ചായത്തിന്റെ പേരാണ് ചേമഞ്ചേരി പഞ്ചായത്ത്. പേരെന്താണ്? ചേമഞ്ചേരി പഞ്ചായത്ത്. മറക്കരുത്. എത്തിയ സ്ഥലം കോഴിക്കോട്, കാപ്പാട്, പന്തലായനി ബീച്ച്. ഓർക്കുക, ചേമഞ്ചേരി പഞ്ചായത്തിൽ വാസ്കോഡ ഗാമ കാലുകുത്തുന്നു. ഓക്കെ അല്ലേ? ഈ സമയത്ത് കോഴിക്കോട് അഥവാ ആ പ്രദേശം അന്നറിയപ്പെട്ട പേര് നെടിയിരിപ്പ് എന്നാണ്. പേരെന്തുവാണ്? നെടിയിരിപ്പ്. മറക്കരുത്, കോഴിക്കോടിന്റെ പഴയ വാക്കാണ് നെടിയിരിപ്പ് സ്വരൂപം. മറക്കരുത്. ഈ സമയത്ത് കോഴിക്കോടിന്റെ ആരാ ഭരണാധികാരി? അഥവാ നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ഭരണാധികാരി ഓർ സാമൂതിരിയുടെ പേരാണ് മാനവിക്രമ സാമൂതിരി. പേരെന്തുവാണ്? മാനവിക്രമ സാമൂതിരി. മറക്കരുത്. അങ്ങനെ വാസ്കോഡ ഗാമ കോഴിക്കോട് കാലുകുത്തി, കാപ്പാട് കാലുകുത്തി, പഞ്ചായത്ത് ചേമഞ്ചേരി പഞ്ചായത്ത്, കോഴിക്കോട്ടെ സാമൂതിരിയായ മാനവിക്രമ സാമൂതിരിയെ പോയി കണ്ടിട്ട് കച്ചവട അനുമതി വാങ്ങിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആര്? വാസ്കോഡ ഗാമ. എന്നാൽ കച്ചവട അനുവാദം ആര് കൊടുക്കുന്നില്ല? കോഴിക്കോട്ടെ ഓർ നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ഭരണാധികാരിയായ മാനവിക്രമ സാമൂതിരി വാസ്കോഡ ഗാമയ്ക്ക് കച്ചവടം ചെയ്യാനുള്ള അനുവാദം നൽകുന്നില്ല. ഓക്കെ അല്ലേ? തിരിച്ചു വരാമല്ലോ. അത് അവിടെ നിൽക്കട്ടെ. ഈ സമയത്ത് വാസ്കോഡ ഗാമയുടെ കൂടെ വന്ന വ്യക്തി ആരാണ്? ഈ സമയത്ത് വാസ്കോഡ ഗാമയുടെ കൂടെ വന്ന വ്യക്തി ആരാണ്? ആ ഉത്തരമാണ് അൽവാരോ വെൻഹോവ്. പേരെന്തുവാണ്? അൽവാരോ വെൻഹോവ്. മറക്കരുത്. വാസ്കോഡ ഗാമയുടെ ആദ്യത്തെ ഇന്ത്യ സന്ദർശന സമയത്ത് അഥവാ കേരള സന്ദർശന സമയത്ത് ഗാമയ്ക്കൊപ്പം വന്ന വ്യക്തി ആരാണ്? ആ ഉത്തരം മറന്നു പോകരുത്. അൽവാരോ വെൻഹോവ്. അല്ലെ, നിങ്ങൾക്ക് ഇനി അറിയായിരിക്കുമല്ലോ. ഈ സമയത്ത് ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? ആ ഉത്തരം എന്താണ്? സെയിന്റ് ഗബ്രിയേൽ. പേരെന്തുവാണ്? സെയിന്റ് ഗബ്രിയേൽ. മറക്കരുത്. വാസ്കോഡ ഗാമയുടെ കപ്പലിന്റെ പേര് സെയിന്റ് ഗബ്രിയേൽ എന്നാണ് എങ്കിൽ വാസ്കോഡ ഗാമയെ അനുഗമിച്ചുകൊണ്ട് കൂടെ വന്ന കപ്പലുകൾ സെയിന്റ് റാഫേൽ, സെയിന്റ് ബെറിയോ. പേരെന്തൊക്കെയാണ്? സെയിന്റ് റാഫേൽ, സെയിന്റ് ബെറിയോ. ഓക്കെ അല്ലേ? തിരിച്ചു വരട്ടെ. ആ സെയിന്റ് റാഫേൽ എന്ന കപ്പലിലെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് നാവികന്റെ പേരാണ് പൗലോ ഡ ഗാമ. വാക്കെന്തുവാണ്? പൗലോ ഡ ഗാമ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ വാസ്കോഡ ഗാമയുടെ സഹോദരനായ പൗലോ ഡ ഗാമയാണ് സെയിന്റ് റാഫേൽ എന്ന കപ്പലിന്റെ പ്രധാനപ്പെട്ട നാവികൻ. സെയിന്റ് ഗബ്രിയേൽ വാസ്കോഡ ഗാമയുടെ കപ്പലാണെങ്കിൽ സെയിന്റ് റാഫേൽ വാസ്കോഡ ഗാമയുടെ അനിയനായ പൗലോ ഡ ഗാമയുടെ കപ്പലാണ്. അല്ലെ, കൂടെ വന്ന രണ്ടാമത്തെ കപ്പലിന്റെ പേര് സെയിന്റ് ബെറിയോ. സെയിന്റ് ബെറിയോ. ആ കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികന്റെ പേരാണ് നിക്കോളോ കൊയ്ലോ. നിക്കോളോ കൊയ്ലോ. വാക്കെന്താണ്? നിക്കോളോ കൊയ്ലോയായിരുന്നു പ്രധാനമായിട്ട് സെയിന്റ് ബെറിയോ കപ്പലിന്റെ നാവികൻ. ഈ മൂന്ന് പേരുകൾ പരസ്പരം മാറിപ്പോവല്ലേ. വാസ്കോഡ ഗാമ, സെയിന്റ് ഗബ്രിയേൽ. കൂടെ വന്നയാള് അൽവാരോ വെൻഹോവ്. കൂടെ വന്ന കപ്പലുകൾ സെയിന്റ് റാഫേൽ, സെയിന്റ് ബെറിയോ. സെയിന്റ് റാഫേൽ ആരുടെ കപ്പലായിരുന്നു? അത് പൗലോ ഡ ഗാമ. സെയിന്റ് ബെറിയോ ആരുടെ കപ്പലാണ്? നിക്കോളോ കൊയ്ലോ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. തിരിച്ചു വരട്ടെ. ഇനി നോക്കിയിരിക്കണേ. ഒന്ന്, വാസ്കോഡ ഗാമ കാല് കുത്തിയത്
നമുക്കറിയാം കോഴിക്കോട് കാപ്പാട് പന്തലായിനി ബീച്ച് ഓർ ആ വാക്കെന്തുവാണ്? നെടിയിരിപ്പ് സ്വരൂപം. ശരിയല്ലേ? നോക്കിയിരുന്നോണേ ഒന്ന്. ഇതാണിതാ ഈ നെടിയിരിപ്പ് സ്വരൂപം അഥവാ കോഴിക്കോട് പ്രദേശം അഥവാ സാമൂതിരിയുടെ പ്രദേശമെങ്കിൽ ആ നെടിയിരിപ്പിന്റെ താഴെയായിട്ടാണ് കൊച്ചി കാണപ്പെടുന്നത്. കൊച്ചിയുടെ വാക്കാണ് പെരുമ്പടപ്പ്. പേരെന്തുവാണ്? പെരുമ്പടപ്പ്. വാക്കെന്തുവാണ്? പെരുമ്പടപ്പ്. ഓക്കെ അല്ലേ? പെരുമ്പടപ്പിന്റെ വടക്കായിട്ട് നെടിയിരിപ്പുണ്ട്. നെടിയിരിപ്പിന്റെ വടക്കായിട്ട് കണ്ണൂർ അഥവാ കോലത്തുനാട്. വാക്കെന്തുവാണ്? കോലത്തുനാട്. പഠിച്ചു മനസ്സിലായോ? ഒന്നുകൂടെ. അപ്പൊ നെടിയിരിപ്പ്, ഇത് പെരുമ്പടപ്പ്, ദാ ഇത് കോലത്തുനാട്. പഠിച്ചോ? നോക്കിയിരുന്നേ ഒന്ന്. നെടിയിരിപ്പായി, കോലത്തുനാടായി, പെരുമ്പടപ്പായി. വാസ്കോഡ ഗാമ വന്നു കയറിയ സ്ഥലമാണ് കോഴിക്കോട് ഓർ നെടിയിരിപ്പ് സ്വരൂപം. ഒരു കാരണവശാലും കച്ചവട അനുവാദം കൊടുക്കാത്ത മാനവിക്രമ സാമൂതിരി വാസ്കോഡ ഗാമയെ വെറുപ്പിച്ച് പുറത്തിറക്കി. ഒടുവിൽ വാസ്കോഡ ഗാമയെ പുറത്തിറക്കിയപ്പോൾ നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ശത്രുക്കളായ കോലത്തുനാട് വാസ്കോഡ ഗാമയെ സ്വീകരിച്ചു. നമുക്കറിയാം നാട്ടുരാജ്യങ്ങൾ പരസ്പരം ഒരു രീതിയിലും ഐക്യമില്ല, അല്ലെ? ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ അനൈക്യമാണ് അഥവാ ഐക്യമില്ലാഴികയാണ് യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുവാൻ ഏറ്റവും സഹായകമായത്. ശരിയല്ലേ പറഞ്ഞ കാര്യം? നാട്ടുരാജാക്കന്മാരുടെ അഥവാ സ്വരൂപങ്ങളുടെ ഐക്യമില്ലാഴികയാണ് യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുവാൻ ഏറ്റവും സഹായകമായത്, അല്ലെ? തിരിച്ചു വരാമല്ലോ. വാസ്കോഡ ഗാമ നേരെ നെടിയിരിപ്പിലേക്ക് വരികയും മാനവിക്രമ സാമൂതിരി ഇറക്കി വിട്ടതിന്റെ ഫലമായിട്ട് നേരെ കണ്ണൂരോട്ട് പോവുകയും ചെയ്തു. ആര്? വാസ്കോഡ ഗാമ. എല്ലാ രീതിയിലും ഒരു അനുകൂലമായ നിലപാട് വാസ്കോഡ ഗാമയ്ക്ക് ലഭിച്ചത് കണ്ണൂർ അഥവാ കോലത്തുനാട്ടിലെ കോലത്തിരി കൊടുത്തിരുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 1 രൂപ മുടക്കിയാണ് വാസ്കോഡ ഗാമ ദാ ഇവിടം വരെ എത്തിയത് എങ്കിൽ 60 രൂപ വില വരുന്ന കുരുമുളകാണ് വാസ്കോഡ ഗാമ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയത്. മനസ്സിലായോ? അപ്പൊ ഓർക്കുക, എത്ര മുടക്കിയോ മുടക്കുമുതലിന്റെ 60 മടങ്ങ് ലാഭം ഉണ്ടാക്കിയാണ് വാസ്കോഡ ഗാമ ഇവിടുന്ന് തിരിച്ചുപോയത്. ആ ലാഭം എവിടുന്ന് ഉണ്ടാക്കി? കണ്ണൂർ ഓർ കോലത്തുനാട്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, വാസ്കോഡ ഗാമയുമായിട്ട് നല്ല സൗഹൃദം ആർക്കാണ്? കോലത്തുനാട്ടിലെ കോലത്തിരിക്കുണ്ട്, അല്ലെ? അപ്പൊ ഓർത്തെ, പോർച്ചുഗീസുകാരൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കച്ചവടം ആരുമായിട്ട് ചെയ്തു? കോലത്തിരിയുമായി ചെയ്തു. അഥവാ കണ്ണൂർ രാജാവുമായിട്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാക്കെന്തുവാ? കച്ചവടം. പഠിച്ചില്ലേ? തിരിച്ചു വരാമല്ലോ. ഇത് വായിച്ചു നോക്കി മനസ്സിലാവുമോന്നൊന്ന്. കച്ചവടത്തിന് സാമൂതിരി എതിർപ്പ് കാണിച്ചതിനെ തുടർന്ന് യാത്രാമധ്യേ വാസ്കോഡ ഗാമ കണ്ണൂരിൽ അഥവാ കോലത്തുനാട്ടിൽ കച്ചവടം ചെയ്തു. മനസ്സിലായോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. വാസ്കോഡ ഗാമയെ മാനവിക്രമ സാമൂതിരി ഇറക്കി വിട്ടതിന്റെ ഫലമായിട്ട് കണ്ണൂരിൽ പോയിട്ട് കോലത്ത് രാജാവുമായിട്ട് ഓർ കോലത്തിരിയുമായിട്ട് കച്ചവടം ആര് ചെയ്തു? വാസ്കോഡ ഗാമ മുടക്കുമുതലിന്റെ 60 മടങ്ങ് ലാഭം ഉണ്ടാക്കി. അടുത്ത വായിച്ചേ. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കേരളത്തിൽ വാസ്കോഡ ഗാമയുമായിട്ട് കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ രാജാവ് തീർച്ചയായിട്ടും ആരാണ്? കോലത്തിരിയാണ്. ആരാണ്? കോലത്തിരി. മാറിപ്പോല്. വാസ്കോഡ ഗാമയുമായിട്ട് സൗഹൃദം പുലർത്താത്ത പ്രദേശമാണ് ഏത്? നെടിയിരിപ്പ് അഥവാ കോഴിക്കോട് അഥവാ സാമൂതിരി. സൗഹൃദം പുലർത്തിയ വ്യക്തിയായിരുന്നു ആര്? കണ്ണൂർ അഥവാ കോലത്ത് നാട്. പറഞ്ഞു മനസ്സിലായല്ലോ. തിരിച്ചു വരട്ടെ. ഒടുവിൽ ലാഭം ഉണ്ടാക്കി ലിസ്ബണിൽ തിരിച്ചെത്തിയ വാസ്കോഡ ഗാമ, അല്ലെ? മുടക്കുമുതലിന്റെ 60 മടങ്ങ് ലാഭം ഉണ്ടാക്കിയ വാസ്കോഡ ഗാമ ലിസ്ബണിൽ തിരിച്ചെത്തി. ആ ലിസ്ബണിൽ തിരിച്ചെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അയച്ച രാജാവായ മാനുവൽ ഫസ്റ്റ് അന്ന് അദ്ദേഹത്തെ വിളിച്ചൊരു വാക്കുണ്ട്, ദി അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. അത് വിളിച്ചാളുടെ പേര് മാനുവൽ ഫസ്റ്റ്. ആര് വിളിച്ചു? മാനുവൽ ഫസ്റ്റ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ, ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ആൻസർ പറഞ്ഞു വരണം. ഞാൻ കാലഘട്ടം കൃത്യമായിട്ട് പറയാൻ പോവാണ്. ഇനി ഞാൻ പറയുമ്പോൾ ഓർക്കുക, ഓരോ പോയിന്റ് മനസ്സിൽ. 1453 ഈ പറഞ്ഞ പോലെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത് ഇസ്താംബുളിലാക്കി മാറ്റി സിൽക്ക് റൂട്ടിലെ
കച്ചവടവും യാത്രയും യൂറോപ്യൻസിന്റെ മുടങ്ങുന്നു. ഇനി 1488 ബർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേപ്പ് ഓഫ് സ്റ്റോംസ് ചുറ്റി സഞ്ചരിച്ചു. 1497 വാസ്കോഡ ഗാമയുടെ യാത്ര ലിസ്ബണിൽ നിന്ന് ആരംഭിക്കുന്നു. 1498 മെയ് മാസം വാസ്കോഡ ഗാമ കാപ്പാട് കാലുകുത്തുന്നു. 1499 ലിസ്ബണിൽ തിരിച്ചെത്തിയ വാസ്കോഡ ഗാമ ദി അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അറിയപ്പെട്ടു. വിശേഷിപ്പിച്ച വ്യക്തി മാനുവൽ ഫസ്റ്റ്. ഇത്രയും പറഞ്ഞ് വ്യക്തമായല്ലോ, തിരിച്ചു വരാമല്ലോ. 1500 ആയപ്പോഴാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘം ഇന്ത്യയില് അഥവാ കേരളത്തില് കാലുകുത്തിയത്. ആ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘം നയിച്ച ആളുടെ പേരാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. പെട്രോ അൽവാരിസ് കബ്രാൾ. നമ്മൾ പഠിക്കുമ്പോൾ കബ്രാൾ എന്ന് മാത്രം ഓർത്തു വെക്കുക, അല്ലെ? വാസ്കോഡ ഗാമയ്ക്ക് ശേഷമാണ് കബ്രാൾ എത്തിയത് എങ്കിൽ ഗാമയുടെ പിൻഗാമി ആരാണ്? അത് കബ്രാൾ ആണ്. ശരിയല്ലേ? ഗാമയുടെ പിൻഗാമി ആരാണ്? അത് കബ്രാൾ ആണ്. ഇനി വാസ്കോഡ ഗാമയുടെ കൂടെ വന്നയാള് അൽവാരോ വെൻഹോവ് ആണ് എങ്കിൽ കബ്രാളിന്റെ കൂടെ വന്ന വ്യക്തിയായിരുന്നു ഐറിസ് കൊറിയ. പേരെന്തുവാണ്? ഐറിസ് കൊറിയ. പേര് മാറിപ്പോവല്. ഐറിസ് കൊറിയ എന്ന് പറയുമ്പോൾ കബ്രാളിന്റെ കൂടെ വന്നയാള് ഐറിസ് കൊറിയ. ഗാമയുടെ ആരാ കൂടെ വന്നയാള്? അൽവാരോ വെൻഹോവ്. അല്ലെ? കൂടെ ചേർത്ത് പഠിച്ചോണം, മാർഗ് പോകാൻ പാടില്ല. ഇന്ത്യയിലെ പോർച്ചുഗീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച വിദേശ എഴുത്തുകാരൻ ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യയുടെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വിദേശി ആരാണ്? ഇന്ത്യയുടെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വിദേശി ആരാണ്? ആ ഉത്തരമാണ് ജെയിംസ് കോറിയ. വാക്കെന്തുവാണ്? ജെയിംസ് കോറിയ. പഠിക്കുമ്പോൾ ഇത് പരസ്പരം മാറിപ്പോവല്ല. ജെയിംസ് കോറിയ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഐറിസ് കൊറിയ മറ്റൊരു വ്യക്തി. കബ്രാളിന്റെ കൂടെ വന്നയാള് ഐറിസ് കൊറിയ. ഇന്ത്യയുടെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യ വിദേശി ആര്? അത് ജെയിംസ് കോറിയ. ജെയിംസ് കോറിയ. പഠിച്ചില്ലേ? തിരിച്ചു വരാമല്ലോ. അങ്ങനെ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കബ്രാൾ എത്തുന്നു. ആ കബ്രാളും വന്നു കയറിയ മെയിൻ സ്ഥലം നമുക്കറിയാം, കോഴിക്കോട് കാപ്പാട് പന്തലായനി ബീച്ച്. മാനവിക്രമ സാമുദ്രിയെ പോയി കാണുന്നു. ഈ സമയത്ത് മാനവിക്രമ സാമൂതിരിയിൽ നിന്നും നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ഭരണാധികാരിയായ മാനവിക്രമ സാമൂതിരിയിൽ നിന്നും കച്ചവട അനുവാദം കബ്രാളിന്റെ സഹായിയായ ഐറിസ് കൊറിയ വാങ്ങിയെടുത്തു. ഐറിസ് കൊറിയ വാങ്ങിയെടുത്തു. ഒരിക്കലും മറക്കരുത്. ഒന്നുകൂടെ. അപ്പം സാമൂതിരിയിൽ നിന്നും കച്ചവട അനുവാദം വാങ്ങിയെടുത്ത ആദ്യത്തെ പോർച്ചുഗീസുകാരനാര്? ഐറിസ് കൊറിയ. ആ ഐറിസ് കൊറിയയുടെ തലവൻ ആരാണ്? കബ്രാളാണ്. അല്ലെ? ഈ സമയത്ത് കബ്രാളുമായിട്ട് ഐറിസ് കൊറിയ പറയുകയാണ്, നമ്മൾ എത്രത്തോളം കോഴിക്കോട്ട് കച്ചവടം ചെയ്താലും നമ്മുടെ ലാഭം ഒരിക്കലും ശക്തമാകത്തില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ കോഴിക്കോട്ടോർ നെടിയിരിപ്പിൽ അറബികൾ ഉണ്ട്. ആരുണ്ട്? അറബികൾ ഉണ്ട്. ശക്തമായിട്ട് കച്ചവടം ഇവിടെ ആര് ചെയ്യുന്നുണ്ട്? അറബികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അറബികളെ ഓടിച്ചെങ്കിൽ മാത്രമേ ശക്തമായ വരുമാനം, ശക്തമായ കച്ചവടം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കൂ എന്ന് ഐറിസ് കൊറിയയോട് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? കബ്രാൾ. മനസ്സിലായല്ലോ? നമുക്കറിയാം, ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന വിദേശികൾ അറബികളാണ്, അല്ലെ? ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് കടൽ മാർഗം വഴി വന്ന ഫസ്റ്റ് യൂറോപ്യൻസ് ആണ് ആര്? പോർച്ചുഗീസ്. ശരിയല്ലേ? ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് കടൽ മാർഗം വഴി വന്ന ഫസ്റ്റ് യൂറോപ്യൻസ് ആണ് ആര്? പോർച്ചുഗീസ്. അപ്പോൾ പോർച്ചുഗീസുകാര് ഇവിടെ വരുമ്പോൾ അതിനു മുൻപേ ഇവിടെ ആരുണ്ട്? അറബികളുണ്ട്. അപ്പം അറബികൾക്ക് കച്ചവടമുണ്ട്. ഈ അറബികളെ പുറത്താക്കിയെങ്കിൽ മാത്രമേ കച്ചവടം ശക്തമാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ കബ്രാളും ഐറിസ് കൊറിയയും കൂടെ ചേർന്നിട്ട് നേരെ പോയിട്ട് അറബികളെ ആക്രമിച്ചു. അപ്പൊ ഐറിസ് കൊറിയ കച്ചവട അനുവാദം വാങ്ങിയെടുത്ത ശേഷം പോർച്ചുഗീസുകാർ നേരെ ആരെ ആക്രമിച്ചു? അറബികളെ ആക്രമിച്ചു. ഈ സമയത്ത് കോഴിക്കോട്ടെ ജനങ്ങള്, സാധാരണക്കാര്, നമ്മുടെ മലയാളികള് അറബിക്ക് ഒപ്പം നിൽക്കുകയാണ്. അപ്പൊ അറബികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? അവിടുത്തെ പ്രാദേശികരായ ജനങ്ങൾ, മലയാളികൾ. ആ സഹായിച്ച ജനങ്ങളെയും ആര് കൊന്നു? പോർച്ചുഗീസുകാർ കൊന്നു. മനസ്സിലായോ? അറബി പോർച്ചുഗീസ് യുദ്ധം ഉണ്ടാകുന്നു. അറബികൾക്ക് വേണ്ട സഹായങ്ങൾ നാട്ടുകാർ ചെയ്തു കൊടുക്കുന്നു. ഇതിനെ
പകരമായിട്ട് പോർച്ചുഗീസുകാർ ആരെ കൊല്ലുകയാണ്? അറബികളെയും കൊന്നു, മലയാളികളെയും കൊന്നു, അറബികളുടെ കപ്പലും കത്തിച്ചു അല്ലെ. ഈ സമയത്ത് മാനവിക്രമ സാമൂതിരി പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കച്ചവടക്കാരെയും കൊന്നു, ഞങ്ങളുടെ നാട്ടുകാരെയും കൊന്നു, നിങ്ങൾ അവരുടെ കപ്പലും കത്തിച്ചു. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ഇനി ഇവിടെ കച്ചവടം ചെയ്യാനുള്ള അനുവാദമില്ല. മനസ്സിലാക്കുക, കച്ചവട അനുമതി ആര് പിൻവലിച്ചു? മാനവിക്രമ സാമൂതിരി പിൻവലിച്ചു. അങ്ങനെ മാനവിക്രമ സാമൂതിരി കബ്രാളിനെയും സംഘത്തെയും ഇറക്കി വിട്ടപ്പോൾ നേരെ കൊച്ചി രാജാവ് അഥവാ പെരുമ്പടപ്പ് രാജാവ് ആരെ സ്വീകരിച്ചു? കബ്രാളിനെ. കിട്ടിയില്ലേ? അപ്പൊ ഒന്നുമില്ല മക്കളെ, വാസ്കോഡഗാമ കോഴിക്കോട്ട് കാലുകുത്തിയിട്ട് വടക്കോട്ടും പോയി, കബ്രാൾ കോഴിക്കോട്ട് കാലുകുത്തിയിട്ട് തെക്കോട്ടും പോയി. മാറിപ്പോത്തല്ലോ, വടക്കും പോയി തെക്കും പോയി. മോൾട്ട് ആര് പോയത്? വാസ്കോഡഗാമ. താഴേക്കാരെത്തി? കബ്രാൾ. ഒടുവിൽ ആ കബ്രാള് ഐറിസ് കൊറിയയുടെ സഹായത്തോടെ ഏറ്റവും ശക്തമായിട്ട് എല്ലാ അർത്ഥത്തിലുമുള്ള വ്യാപാരശാലകൾ കൊച്ചിയിലൊക്കെ ആരംഭിച്ചു. മറക്കരുത്, കൊച്ചിയിൽ വ്യാപാരശാല ആരംഭിച്ച പോർച്ചുഗീസുകാരൻ ആര്? ക്വസ്റ്റ്യൻ എന്താണ്? കൊച്ചിയിൽ വ്യാപാരശാല ആരംഭിച്ച പോർച്ചുഗീസുകാരൻ ആര്? ആ ഉത്തരമാണ് കബ്രാൾ. അപ്പൊ ഓർക്കുക, കൊച്ചിയിൽ ഒരു വ്യാപാരശാല സ്ഥാപിച്ച പോർച്ചുഗീസുകാരൻ ആര്? കബ്രാൾ. എന്നാൽ പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കച്ചവടം എവിടെ ചെയ്തു? അത് കണ്ണൂർ കോലത്തിരിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് പരസ്പരം മാറത്തില്ലല്ലോ. തിരിച്ചു വരട്ടെ, ഇനി ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നൊന്ന്. 1500 പെട്രോ അൽവാരിസ് കബ്രാൾ രണ്ടാം സംഘം നയിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നു. സഹായി ഐറിസ് കൊറിയ കോഴിക്കോട്ട് വന്ന് കയറുന്നു. അറബി പോർച്ചുഗീസ് യുദ്ധം ഉണ്ടാകുന്നു. നേരെ കൊച്ചിയിൽ പോയിട്ട് വ്യാപാരശാലകൾ ആരംഭിച്ച്. മറക്കരുത്, കൊച്ചിയിൽ വ്യാപാരശാല ആരംഭിച്ച പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? അത് കബ്രാള് ഗാമയുടെ പിൻഗാമി എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഒന്നാം സംഘം വാസ്കോഡഗാമ, രണ്ടാം സംഘമാണ് കബ്രാൾ. ഓക്കെ അല്ലേ? ഇനി മൂന്നാം പോർച്ചുഗീസ് സംഘം വരണ്ടേ? വന്നു. ഏകദേശം ആ മൂന്നാമത്തെ പോർച്ചുഗീസ് സംഘം എത്തിയതായിട്ട് പറയപ്പെടുന്ന വർഷം 1501. ആ എത്തിയ ആളുടെ പേര് ജാവോ ഡ നോവ. പേരെന്തുവാ? ജാവോ ഡ നോവ. ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു പക്ഷി സംശയം ഉണ്ടായിരിക്കും, മൂന്നാം സംഘം വാസ്കോഡഗാമ നയിച്ചിട്ടില്ലേ? ഇല്ല. ഒന്നാം സംഘം വാസ്കോഡഗാമ, രണ്ടാം സംഘം കബ്രാള്, മൂന്നാം സംഘം ജാവോ ഡ നോവ 1501. ഇനി നാലാം സംഘം എത്തിയ വർഷമാണ് 1502. നാലാം സംഘം എത്തിയ വർഷമാണ് 1502. ആ നാലാം സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വാസ്കോഡഗാമ. മീനിങ് വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവ് 1502. കാലുകുത്തിയത് ഗോവയിലെ അഞ്ച് ദ്വീപ്. എവിടെയാണ്? ഗോവയിലെ അഞ്ച് ദ്വീപ്. അങ്ങനെ ഗോവയിലെ അഞ്ച് ദ്വീപിൽ എത്തിയ വാസ്കോഡഗാമ പതിയെ എവിടെ എത്തി? കൊച്ചിയില് എത്തി. എവിടെ എത്തി? കൊച്ചിയില് എത്തി. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ ഒന്ന്. കൊച്ചിയിലെത്തിയ വാസ്കോഡഗാമ, കൊച്ചിയിലെത്തിയ ഇതാണ് കൊച്ചി. ഇവിടേക്ക് എത്തിയ വാസ്കോഡഗാമ കോഴിക്കോട്ടെ സാമൂതിരിക്ക് ഒരു കത്തയച്ചു. കൊച്ചിയിലെത്തിയ വാസ്കോഡഗാമ നേരെ കോഴിക്കോട്ടെ സാമൂതിരിക്ക് ഒരു കത്തയച്ചു. നിങ്ങള് കോഴിക്കോട് നിന്നും അറബികളെ പുറത്താക്കണം. പുറത്താക്കുന്നില്ല എങ്കിൽ വാസ്കോഡഗാമയായ ഞാനും എൻ്റെ സൈന്യവും കോഴിക്കോടിനെ ആക്രമിക്കും എന്ന് പറയുന്നു. സാമൂതിരി അറബികളെ പുറത്താക്കുന്നില്ല. ഒടുവിൽ വാസ്കോഡഗാമ നേരെ ആരെ ആക്രമിക്കുകയാണ്? കോഴിക്കോടിനെ ആക്രമിച്ചു. മറക്കരുത്. അപ്പൊ ഓർക്കുക, വാസ്കോഡഗാമയുടെ ആദ്യത്തെ കോഴിക്കോട് ആക്രമണം 1502 രണ്ടാം വരവിൽ. ശരിയല്ലേ? വാസ്കോഡഗാമയുടെ ആദ്യത്തെ കോഴിക്കോട് ആക്രമണം 1502 ഗാമയുടെ രണ്ടാമത്തെ വരവിലാണ്. തിരിച്ചു വരട്ടെ. ഈ വരവിൽ പക്ഷേ കോഴിക്കോട്ടെ സാമൂതിരി അതിശക്തമായിട്ട് വാസ്കോഡഗാമയെ പ്രതിരോധിച്ചു. അപ്പൊ ഒരു രീതിയിലും ഒരു നഷ്ടവും സാമൂതിരിക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ സാമൂതിരി ചില്ലറക്കാരൻ അല്ല എന്ന് മനസ്സിലാക്കിയ വാസ്കോഡഗാമ യുദ്ധം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നേരെ കണ്ണൂരിൽ പോയി വീണ്ടും പഴയ സുഹൃത്തായ കോലത്തിരിയെ കണ്ട് വീണ്ടും കച്ചവടവും ചെയ്ത് അതുവഴി അദ്ദേഹം ലിസ്ബണിൽ തിരിച്ചുപോയി. ഇപ്പൊ ഇവിടെ ആരില്ല? വാസ്കോഡഗാമയില്ല. ഈ പറഞ്ഞ വാസ്കോഡഗാമയുമായിട്ടുള്ള കോഴിക്കോട്ടെ സാമൂതിരിയുടെ ആ യുദ്ധത്തിൽ ഒരു വിജയം ആർക്ക് സംഭവിച്ചു? സാമൂതിരിക്ക് സംഭവിച്ചു. വാസ്കോഡഗാമ തിരിച്ചുപോയ ശേഷം കോഴിക്കോട്ടെ സാമൂതിരി കത്തയച്ചു കൊച്ചി രാജാവിന്. വാസ്കോഡഗാമ പോയ ശേഷം കോഴിക്കോട്ടെ സാമൂതിരി ഒരു കത്തയച്ചു ആർക്ക്?
കൊച്ചി രാജാവിന് നിങ്ങൾ കൊച്ചിയിൽ നിന്നും ആരെ പുറത്താക്കണം? പോർച്ചുഗീസുകാരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. മനസ്സിലായല്ലോ? കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കണം എന്ന് ആരാവശ്യപ്പെടുകയാണ്? ഈ പറഞ്ഞ കോഴിക്കോട്ടെ സാമൂതിരി. ഇത് കൊച്ചി രാജാവ് സമ്മതിക്കാത്തതിന്റെ ഫലമായിട്ട് കോഴിക്കോടുമായിട്ട് കൊച്ചി യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധം അറിയപ്പെടുന്ന പേര് കൊച്ചി കോഴിക്കോട് യുദ്ധം. ശരിയല്ലേ? കൊച്ചി കോഴിക്കോട് യുദ്ധം. ഇത്തരം പറഞ്ഞ് മനസ്സിലായല്ലോ? തിരിച്ചു വരട്ടെ, ഇനി വായിച്ചു നോക്കിയാൽ മനസ്സിലാകുമെന്ന്. 1503 കൊച്ചി കോഴിക്കോട് യുദ്ധം അല്ലെ? വാസ്കോഡ ഗാമ കോഴിക്കോട്ടെ സാമൂതിരി കത്തയക്കുന്നു, നിങ്ങള് കോഴിക്കോട് നിന്നും അറബികളെ പുറത്താക്കണം എന്ന്. സാമൂതിരി അറബികളെ പുറത്താക്കുന്നില്ല. ഇതിന്റെ പേരിൽ വാസ്കോഡ ഗാമയുടെ ആദ്യത്തെ കോഴിക്കോട് ആക്രമണം. പക്ഷെ അവിടെ ആര് വിജയിക്കുകയാണ്? സാമൂതിരി വിജയിക്കുകയാണ്. ഒടുവിൽ പേടിച്ച് ഭയന്ന വാസ്കോഡ ഗാമ ആ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നേരെ കണ്ണൂരിൽ പോയിട്ട് കോലത്തിരിയെ കണ്ട് വ്യാപാരവും ചെയ്ത് തിരിച്ചങ്ങ് പോകുന്നു. വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ പോക്കിന് ശേഷം കോഴിക്കോട്ടെ സാമൂതിരി കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കണം എന്ന് കൊച്ചി രാജാവിനെ അറിയിക്കുന്നു. രാജാവ് സമ്മതിക്കുന്നില്ല. ഒടുവിൽ കൊച്ചി രാജാവുമായിട്ട് കോഴിക്കോട് യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം അറിയപ്പെട്ട പേര് കൊച്ചി കോഴിക്കോട് യുദ്ധം. ഏതാണ്ട് 1503 ആയപ്പോഴേക്കും ആ കൊച്ചി കോഴിക്കോട് യുദ്ധം ശക്തമായി. കൊച്ചി കോഴിക്കോട് യുദ്ധം ശക്തമായിട്ട് മാറിയത് 1503 ഈ സമയത്ത് കൊച്ചിയെ സഹായിച്ച പോർച്ചുഗീസ് കമാൻഡറിന്റെ പേരാണ് ലോറൻസോ മൊറീനോ. പേരെന്തുവാ? ലോറൻസോ മൊറീനോ. പേരെന്തുവാ? ലോറൻസോ മൊറീനോ. മറക്കരുത്. ലോറൻസോ മൊറീനിയുടെ ശക്തമായ സഹായം കൊച്ചി രാജാവിന് ലഭിച്ചിട്ടും കൊച്ചി രാജാവ് വിജയിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്ക് ശക്തനാണ് ആര്? കോഴിക്കോട്ടെ സാമൂതിരി. പോർച്ചുഗീസ് സൈന്യാധിപനായ ലോറൻസോ മൊറീനോ സഹായിച്ചിട്ട് പോലും കോഴിക്കോട്ടെ സാമൂതിരിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ആർക്ക്? കൊച്ചി രാജാവിന്. ഒടുവിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ വധിക്കപ്പെടും എന്നുറപ്പായ കൊച്ചി രാജാവ് കോഴിക്കോട്ടെ സാമൂതിരിയെ ഭയന്ന് ഒരു ക്ഷേത്രത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിന്റെ പേര് ഓർക്കാൻ ശ്രമിക്കുക. എളങ്ങുന്ന പുഴ ക്ഷേത്രം. കൊച്ചിയിലുള്ള എളങ്ങുന്ന പുഴ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്നു ആര്? നമ്മുടെ കൊച്ചി രാജാവ്. അപ്പോഴേക്കും അഞ്ചാമത്തെ പോർച്ചുഗീസ് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വ്യക്തി വരികയാണ്. ആ വന്ന വ്യക്തിയുടെ പേരാണ് അൽബുക്കർക്ക്. പേരെന്തുവാണ്? അൽബുക്കർക്ക്. ക്ലിയർ ആയോ? ഒന്നാം സംഘം വാസ്കോഡ ഗാമ, രണ്ടാം സംഘം കബ്രാള്, 3 ജാവോ ഡ നോവ, 4 വാസ്കോഡ ഗാമ, 5 അൽബുക്കർക്ക്. കിട്ടിയില്ലേ? ആ അൽബുക്കർക്ക് വരികയും അതിശക്തമായിട്ട് കൊച്ചി രാജാവിനെ സഹായിച്ചുകൊണ്ട് കോഴിക്കോട്ടെ സാമൂതിരിക്കെതിരെ ശക്തമായിട്ട് സമരം നയിച്ചു. മനസ്സിലായോ? അപ്പൊ ഇത്രയും നേരവും അൽബുക്കർക്ക് വരുന്നിടം വരെ വിജയം കോഴിക്കോട്ടെ സാമൂതിരിക്കായിരുന്നുവെങ്കിൽ അൽബുക്കർക്ക് വന്നതിന് ശേഷം ഗതി മാറി വിജയം ആരിലേക്ക് വരികയാണ്? കൊച്ചി രാജാവ് അഥവാ അൽബുക്കർക്കിലേക്ക് വരികയാണ്. ഒടുവിൽ അൽബുക്കർക്ക് ശക്തമായ പ്രതിരോധം മൂലം കൊച്ചി കോഴിക്കോട് യുദ്ധം അവസാനിച്ചു. തീർച്ചയായിട്ടും അത് കൊച്ചിക്ക് അനുകൂലമായിക്കൊണ്ടാണ് കൊച്ചി കോഴിക്കോട് യുദ്ധം അവിടെ അവസാനിച്ചത്. ഓർക്കുമല്ലോ? അപ്പൊ 1503 ശക്തമായിട്ട് വന്ന കൊച്ചി കോഴിക്കോട് യുദ്ധത്തിൽ ആദ്യ വിജയം കോഴിക്കോട്ടെ സാമൂതിരിക്കായിരുന്നു എങ്കിലും അൽബുക്കർക്കിന്റെ വരവോടുകൂടി ഗതി മാറി. ഒടുവിൽ കൊച്ചി രാജാവിന് അനുകൂലമായിക്കൊണ്ടാണ് കൊച്ചി കോഴിക്കോട് യുദ്ധം അവിടെ അവസാനിപ്പിച്ചത്. അപ്പം അൽബുക്കർക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും കോഴിക്കോട്ടെ സാമൂതിരിയുടെ കീഴിലായേനെയും എന്ന് മനസ്സിലാക്കിയ കൊച്ചി രാജാവ് എന്തു വേണം നിനക്ക് സമ്മാനമായിട്ട് എന്ന് ചോദിക്കുകയാണ്. ആരോട്? അൽബുക്കർക്കിനോട്. ഒടുവിൽ കൊച്ചി രാജാവിനെ സഹായിച്ച അൽബുക്കർക്കിന് കുറെ സ്വർണ്ണ നാണയങ്ങളും സമ്പാദ്യങ്ങളും വസ്തുവും എല്ലാം ആര് വിട്ടുകൊടുത്തു? കൊച്ചി രാജാവ്. ആ വിട്ടുകൊടുത്ത സ്ഥലത്ത് കൊച്ചി രാജാവിന്റെ സ്വർണ്ണ നാണയം ഉപയോഗിച്ച് അൽബുക്കർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട പണികഴിപ്പിച്ചു. അത് പണികഴിപ്പിച്ച വർഷമാണ് 1503 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കൊച്ചി കോഴിക്കോട് യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് കൊച്ചി രാജാവിനെ അൽബുക്കർക്ക് സഹായിച്ചതിന്റെ ഉപകാര സ്മരണയിൽ 1503 ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് അൽബുക്കർക്ക് പണികഴിപ്പിച്ചു. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ മാനുവൽ കോട്ട അറിയപ്പെട്ട മറ്റു പേരുകൾ ഓർമ്മയില്ലേ? പള്ളിപ്പുറം കോട്ട, ഒരു പേരെന്താണ്? മാനുവൽ കോട്ട.
വൈപ്പിൻ കോട്ട, കൊച്ചിക്കോട്ട, ഐക്കോട്ട, അഴിക്കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ട കോട്ട അൽബുക്കർക്കാണ് പണി കഴിപ്പിച്ച വർഷം 1503 ഒടുവിൽ 1504 പിറ്റേ വർഷമൊക്കെ ആയപ്പോഴേക്കും കോഴിക്കോട്ടെ സാമൂതിരിയുടെ കൈവശം ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ നഗരം കൂടെ ആര് പിടിച്ചെടുത്തു? പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഓർത്ത് വച്ചേക്കുക, 1504 സാമൂതിരിയിൽ നിന്നും പോർച്ചുഗീസുകാര് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത വർഷം 1504. മനസ്സിലായോ? ഇനി ഓർക്കണം, ഒരു കോട്ട എന്ന് പറയുമ്പോൾ അത് ഒരു വെറും ബിൽഡിംഗ് അല്ല. ഓർക്ക, കോട്ട എന്ന് പറഞ്ഞാൽ ആ യൂറോപ്യൻ ശക്തിയുടെ അധികാര ചിഹ്നം തന്നെയാണ്. ഒരു രാജ്യത്ത് അഥവാ ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ ശക്തിക്ക് ഒരു കോട്ടയുണ്ട് എങ്കിൽ ഇപ്പോൾ ആ സ്ഥലത്തെ അധികാരം ഒരു പരിധിവരെ ആർക്കുണ്ട്? ആ യൂറോപ്യൻ ശക്തിക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു വ്യാപാരശാല പോലെയോ ഒരു ചെറിയ റൂം പോലെയുള്ളതല്ല കോട്ട എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അധികാര മനോഭാവം എന്നാണ്. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ പണ്ടേ യുദ്ധമുണ്ട്, പണ്ടേ കലാപമുണ്ട്. പക്ഷേ അത് ആരെ ബാധിക്കുന്നില്ല? ബ്രിട്ടീഷുകാരെ ബാധിക്കുന്നില്ല. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കോട്ടയായ അഞ്ചുതെങ്ങിലെ കോട്ടയെ തൊട്ടപ്പോഴാണ് അവർക്ക് നൊന്തത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ഫസ്റ്റ് കലാപത്തിന്റെ പേര് അഞ്ചുതെങ്ങ് കോട്ടയെ തൊട്ട യുദ്ധമായ അഞ്ചുതെങ്ങ് കലാപമായി മാറിയത്. അപ്പൊ ഓർക്കുക, കോട്ട എന്ന് പറയുമ്പോൾ അധികാരമാണ് അല്ലെ. ഇപ്പൊ യൂറോപ്യൻ ശക്തിക്ക് കൊച്ചിയിൽ കോട്ടയുണ്ട് എങ്കിൽ കൊച്ചി ഇപ്പൊ ആരുടെ സ്ഥലമായിട്ട് മാറുകയാണ്? പോർച്ചുഗീസുകാരുടെ. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനം കൊച്ചിയായിട്ട് മാറിയത്. മറക്കരുത്, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനമാണ് ഇത്, കൊച്ചി എന്ന് പറയുന്നത്. ഇപ്പൊ അധികാരമുണ്ട്, കോട്ടയുണ്ട്, സ്വന്തമായിട്ട് സ്ഥലമുണ്ട്. ഇനി അപ്പൊ അവിടെ ആര് വരണം? വൈസ്രോയിമാര് വരണ്ടേ? ആര് വരണം? വൈസ്രോയിമാര് വരണമല്ലോ. അങ്ങനെയാണ് 1505 ഓർക്ക, കോട്ടയുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട് എങ്കിൽ ഇനി ആ രാജ്യം ആര് ഭരിക്കണം? പോർച്ചുഗീസുകാർക്ക് വേണ്ടി വൈസ്രോയി വരണ്ടേ? വന്നു. 1505 ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ അൽമേഡ അവിടെ വരികയാണ്. അപ്പൊ ഓർക്കുക, 1505 ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ അൽമേഡ അവിടെ വരികയാണ്. അപ്പൊ അൽമേഡ ഇവിടെ ഇന്ത്യൻ പോർച്ചുഗീസ് വൈസ്രോയായിട്ട് ചുമതലയേറ്റ വർഷം 1505 കിട്ടിയില്ലേ? തിരിച്ചു വരട്ടെ, ക്രമോർമ്മയില്ലേ? അപ്പൊ 1499 വാസ്കോഡഗാമ തിരിച്ച് ലിസ്ബണിൽ എത്തിയത്. നമുക്കിനി അറിയാം, 1500 കബ്രാൾ ഇവിടെ വരുന്നു. 1501 മൂന്നാമത്തെ പോർച്ചുഗീസ് സംഘം നയിച്ചുകൊണ്ട് ജാവോ ഡ നോവ എത്തുന്നു. 1502 വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവ് അഥവാ നാലാം സംഘം നയിച്ചയാൾ വാസ്കോഡഗാമ. ഒടുവിൽ 1503 കൊച്ചി കോഴിക്കോട് യുദ്ധം ഉണ്ടാകുന്നു. ആ കൊച്ചി രാജാവിനെ സഹായിച്ചുകൊണ്ട് അൽബുക്കർക്ക് വരുന്നു. ഓർക്കുക, ഒടുവിൽ 1503 അൽബുക്കർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ പണി കഴിപ്പിക്കുന്നു. 1504 കോഴിക്കോട്ടെ സാമൂതിരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അയാളുടെ കൈവശമുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ നഗരം ആര് പിടിച്ചെടുത്തു? പോർച്ചുഗീസുകാര്. ഒടുവിൽ 1505 ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് അൽമേഡ ചുമതലയേൽക്കുകയും ചെയ്തു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ അറൈവൽ ഓഫ് യൂറോപ്യൻസിന്റെ ഒന്നാമത്തെ പാർട്ടിന്റെ ഒരു ഭാഗം വരുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം വായിച്ച ആ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇനി ഒന്ന് വായിച്ചാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. വായിച്ചു നോക്കിയേ. 1498 മെയ് മാസം 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി ബീച്ചിൽ വാസ്കോഡഗാമ കാലുകുത്തുന്നു. ഓർമ്മയില്ലേ? ഉണ്ട്. ചേമഞ്ചേരി പഞ്ചായത്ത് മറന്നു പോകരുത്. 1500 പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. എത്തിയ സ്ഥലം ഓർക്ക, കോഴിക്കോട്. ഗാമയുടെ പിൻഗാമി. പിന്നെ കൊച്ചിയിൽ പോയിട്ട് ഒരു വ്യാപാരശാല ശക്തമായിട്ടങ്ങ് സ്ഥാപിച്ചു. കൂടെ വന്നയാള് ഐറിസ് കൊറിയ, അത് മനസ്സിൽ വേണം. പിന്നീട് 1502 വാസ്കോഡഗാമ രണ്ടാം തവണ കേരളത്തിലേക്ക് എത്തുന്നു. ഓർക്ക, നാലാം സംഘം നയിച്ചു കൊണ്ടുവരുന്നു. ഗാമയുടെ രണ്ടാമത്തെ വരവ്. എത്തിയ സ്ഥലമാണ് അഞ്ചുദ്വീപ്. ആ സമയത്തായിരുന്നു ഗാമയുടെ ആദ്യത്തെ കോഴിക്കോട് ആക്രമണം, അത് മനസ്സിൽ നിന്നുമായിരുത്. ഒടുവിലായിട്ട് പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ
കോലത്തിരിയുമായിട്ട് അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഈ പ്രസ്താവനയും പൂർണ്ണമായിട്ടും ശരിയാണ്. മനസ്സിലായോ? ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ എല്ലാ ഭാഗത്തെയും കൃത്യമായിട്ടുള്ള ആൻസർ കൃത്യമായി കറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ ആ ലിസ്റ്റിന്റെ ആദ്യം തന്നെ വരികയും ചെയ്യും. ഓക്കെ. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.